ഡൽഹിയിലേക്ക് പോകുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, പ്രധാനമായും ഗുഡ് മോർണിംഗ്. JNU സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയായിരിക്കും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധത്തിലാണ്. ഒരു വിദ്യാർത്ഥിയെ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നുള്ള ആരോപണവും ഉയർന്നുണ്ടല്ലോ. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ പോലീസ്? വെരി ഗുഡ് മോർണിംഗ് പ്രവിത. JNU ഏറെ നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംഘർഷഭരിതമായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി JNU ക്യാമ്പസിനകത്ത് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി വരുന്നുണ്ട്. JNUവിലെ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയ ബയോമെട്രിക് സംവിധാനത്തിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ, അതിൽ യൂണിയൻ മെമ്പർമാർ അടക്കമുള്ള വിദ്യാർത്ഥികളെ പുറത്താക്കിയ നടപടിക്ക് എതിരെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ആരംഭിച്ചത്. അതിനിടെ JNU വൈസ് ചാൻസലർ ശാന്തിശ്രീ ദുലീപുടി പണ്ഡിറ്റ് ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ നടത്തിയ പരാമർശം അത് JNU ക്യാമ്പസിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. UGCയുടെ വിവാദമായ ചട്ടങ്ങൾ സംബന്ധിച്ചുള്ള പരാമർശത്തിൽ ദളിത് വിരുദ്ധ പരാമർശം VC നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇന്നലെ രാത്രി വലിയ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. ക്യാമ്പസിൽ നിന്നും വൈസ് ചാൻസലറുടെ വസതിയിലേക്കായിരുന്നു ഈ മാർച്ച്. ഇതിനിടെയാണ് ABVP പ്രവർത്തകരായ 3 വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ സ്കൂളുകളിൽ വെച്ച് പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്ന ആരോപണവുമായി ABVP രംഗത്തെത്തിയിരിക്കുന്നത്. JNU വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.